ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ഒന്ന് കണ്ടാലോ. സൺഡേ സ്പെഷ്യൽ കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നല്ല പോത്തിറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും പിന്നെ അതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് എന്താണോ എരിവ് വേണ്ടത് ആ രീതിയിൽ തന്നെ നമ്മൾ പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല. നമുക്ക് സ്പെഷ്യലായിട്ട് മസാല ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ബീഫിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതും ഒന്ന് ചേർത്ത് കൊടുത്തു. ഉപ്പും ഇട്ട് നന്നായിട്ട് കുക്കറിൽ തന്നെ ഒന്ന് നമ്മുടെ കൈ കൊണ്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഒരുപാട് കേക്ക് ഓർഡേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി എല്ലാം ഓക്കെ ആണോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരു ഉപകാരവും കൂടിയായിരിക്കും. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു. പിന്നെ ചെറിയ ഉള്ളിയും സവാളയും കറിവേപ്പിലയും കൂടെ ആ ബീഫിൻ്റെ മുകളിലായിട്ടിട്ട് അതും നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കിയാൽ എനിക്ക് അത്ര അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് തോന്നത്തില്ല. കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിന് മുകളിലായിട്ട് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ വീണ്ടും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. എൻ്റെ കുക്കറിൻ്റെ ഒരു വിസിലാണത്, 3 വിസിൽ മതി. അപ്പോൾ അതുപോലെ ഒന്ന് ഞാൻ അടച്ചെല്ലാം കൊടുത്തു. സ്റ്റൗ കത്തിച്ചിട്ട് ഒന്ന് വെച്ച് കൊടുത്ത് വേവിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ബീഫ് മാത്രമല്ല ഇന്ന് കുക്ക് ചെയ്യുന്നത്, കപ്പയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പയും കൂടെ ഞാൻ ഇപ്പുറത്തെ ഇതിലോട്ടൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് വേവുന്ന സമയത്ത് ബീഫ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കപ്പയൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബീഫ് ഇതാ നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റിലത്തെ ഒരു വിസിലാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മൺചട്ടി വെച്ചിട്ടുണ്ട്, കറിച്ചട്ടി നമ്മുടെ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സമുന്നയും അന്നമ്മയുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ കണ്ടിന്യൂസ്ലി അവരുടെയാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി വെളിച്ചെണ്ണയാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ടേസ്റ്റ് വൈസ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കടുകും ഉലുവായും ഞാൻ ഇട്ട് കൊടുത്തു. ചിലർക്ക് കടുകും ഉലുവയൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്, ഞാനിടും. അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചൊന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരട്ടെ. ഒരുപാട് ഓവറായി കരിഞ്ഞ് പോകരുത്. ഇഞ്ചിക്കറിയൊക്കെ വെക്കുന്ന പോലെ ഒന്നും ആവരുത്. ഒരു മീഡിയം ആവുമ്പോൾ നമുക്ക് അത് നിർത്താം. അപ്പോൾ ദാ കുക്കറിൽ നിന്ന് ഞാൻ ബീഫൊക്കെ എടുത്തു. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിൽ മതി. അപ്പോൾ അതെല്ലാം ഒന്ന് നമ്മൾ ഈ ചട്ടിയിലോട്ടൊന്ന് മാറ്റി കൊടുത്ത് ഒരു തിളച്ച് കഴിഞ്ഞാൽ ഈ ഒരു രൂപത്തിലാവും. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ കുറവായിട്ട് തോന്നുന്നെങ്കിൽ നമ്മൾ ആദ്യമേ എണ്ണ ഒഴിച്ചല്ലോ. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഈ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഡ്രൈ ആവുന്ന സമയത്ത് തന്നെ പൊടികൾ വീണ്ടും വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ ബീഫ് കറി റെഡിയായി കുറുകി വന്നിട്ടുണ്ട്. കപ്പയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ചാറ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഓവറായിട്ട് പറ്റിച്ചെടുക്കാൻ നിന്നില്ല. അപ്പോൾ ഞാൻ ബീഫ് കറി വെക്കുമ്പോൾ ആദ്യത്തെ വേവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അടപ്പങ്ങ് മാറ്റും, മൂടി വെക്കാറില്ല. കാരണം നല്ല പോത്തിറച്ചിയൊക്കെ ആണെങ്കിലുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കും. ഫൈനലി നമുക്ക് കുരുമുളക് പൊടിച്ചതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓവറായിട്ടുള്ള കുരുമുളകൊന്നും എടുക്കുന്നില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കേണ്ടതായിട്ടുണ്ട്, ഓവർ എരിയും ഇല്ലായിരിക്കും. അപ്പം എരിവൊക്കെ പാകത്തിന് വേണ്ടവർ ഈ സമയത്തൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സൂപ്പർ പോത്തിറച്ചി കറി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഉപ്പ് വേണ്ടെങ്കിലോ മസാലകൾ ഇനി കുറച്ചും കൂടെ വേണമെങ്കിലോ ഒക്കെ നമ്മൾ ഈ സമയത്തൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് എടുത്തിരിക്കുകയാണ്. നല്ല കപ്പ വെന്ത് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ബീഫ് കറിയും കൂടെ ഒന്ന് എടുത്ത് അടിപൊളിയായിട്ടില്ലേ, കാണാനുള്ള ലുക്ക് പോലെ തന്നെ ടേസ്റ്റ് വൈസും സൂപ്പറാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്താണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കേക്ക് വ്ളോഗ്സിനോടൊപ്പം നമ്മുടെ കുക്കിംഗ് റെസിപ്പിയും കൂടെ ഇനി ആഡ് ചെയ്ത് പോകുന്നുണ്ട്. താങ്ക്